കയറിക്കിടക്കാനൊരിടം സ്വപ്നം കണ്ടു കഴിഞ്ഞ ഒരുപാട് കുടുംബങ്ങൾ അവർക്ക് ഒരു വീടൊരുക്കുന്നതിനാണ് ലൈഫ് പദ്ധതി തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ 4.25 ലക്ഷത്തിലധികം വീടുകൾ പൂർണ്ണമായി ആളുകൾ താമസിക്കുന്ന വീടുകളായി മാറിക്കഴിഞ്ഞു. അത് നിർമ്മിച്ച് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞു. 4,25,000-ലധികം കുടുംബങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഭാഗമായി താമസിക്കുക. ഇനി 1,00,000-ഓളം വീടുകൾ ഇതിൻ്റെ ഭാഗമായി തന്നെ നിർമ്മിക്കാനാണ് പരിപാടി. അതും സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ച് നൽകാൻ സാധിക്കും എന്നാണ് കാണുന്നത്. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഭൂമിയുടെ അവകാശം ഉറപ്പിക്കുന്ന പട്ടയം ലഭിക്കേണ്ട കാര്യം നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നല്ല പ്രവർത്തനം ഈ കാലയളവിൽ നടത്തിയിട്ടുണ്ട്. ബാക്കി പട്ടയവും ഇപ്പോൾ അടുത്ത് തന്നെ നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചു പോവുകയാണ്. അതോടൊപ്പം നമ്മുടെ വ്യവസായ മേഖല നല്ല വളർച്ചയാണ് ഈ ഘട്ടത്തിൽ നേടിയത്. ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷവുമായി താരതമ്യപ്പെടുത്തിയാൽ ഈ സാമ്പത്തിക വർഷം നല്ല പുരോഗതി വ്യാവസായിക മേഖലയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി 3,44,000-ലധികം പുതിയ സംരംഭങ്ങൾ നാട്ടിൽ ആരംഭിക്കാൻ കഴിഞ്ഞു. 22,000-ലധികം കോടി രൂപയുടെ നിക്ഷേപം, 7,30,000-ഓളം തൊഴിലവസരങ്ങൾ, ഇതാണ് ഇതിൻ്റെ ഭാഗമായി വന്നത്. അപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആകെ എടുത്താൽ 7,048,65,00,000 രൂപയുടെ നിക്ഷേപം, 1,03,596 പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇതിലൂടെ 2,18,179 പുതിയ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത്. പുതിയ സംരംഭങ്ങളിൽ ഏകദേശം 1/3 സ്ത്രീ സംരംഭകരാണ് എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് 1-ാം നമ്പർ സ്ഥാനം നമുക്ക് ലഭിച്ചിരിക്കുന്നു. പക്ഷേ നിർഭാഗ്യകരമായൊരു വശം, നിങ്ങൾ ദീർഘകാലം സർവീസിൽ ഇരുന്നവരായതുകൊണ്ട് അത് ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്തരം നേട്ടങ്ങൾ അത് നാടിൻ്റെ നേട്ടമാണല്ലോ, കേരളത്തിൻ്റെ നേട്ടമാണല്ലോ. ആ നേട്ടമാണ് എന്ന് പറയുന്നതിന് ചിലർക്ക് വല്ലാത്ത പ്രയാസമാണ്. ഇപ്പോൾ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? കേരളത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് സാധാരണഗതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകുന്ന ഒരു പാർലമെൻറ്റ് മെമ്പർ, അദ്ദേഹം കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം പരസ്യമായി കേരളത്തെ ഈ പ്രത്യേകത കാണിച്ചുകൊണ്ട് അതിനെ ഒന്ന് ഉയർത്തിക്കാട്ടി. മറ്റുദ്ദേശമൊന്നും അതിനില്ലല്ലോ. സാധാരണഗതിയിൽ നമ്മുടെ നാട് ഒരു മെച്ചപ്പെട്ട അവസ്ഥയുണ്ടാക്കുമ്പോൾ അതിലാരും സന്തോഷിക്കുകയും ആ സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്യരുത്. ആ സ്വാഭാവിക പ്രക്രിയയാണ് ഇവിടെ ഉണ്ടായത്. പക്ഷെ ആ സ്വാഭാവിക പ്രക്രിയ ഇവിടെ നടന്നു വരുന്ന നശീകരണ പ്രക്രിയയുടെ ഭാഗമല്ല. അതാണൊരു പ്രത്യേകത. ഇവിടെ ഇത്തരം കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് വലിയ തോതിൽ നിഷേധ രൂപത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടാൻ വല്ലാത്ത താല്പര്യമാണ് ചിലർ കാണിക്കാറുള്ളത്. അപ്പോൾ അവർക്കെല്ലാം ഇത് വലിയ വിഷമമുണ്ടാക്കി. എന്നിട്ട് ആ വിഷമമുണ്ടാക്കിയതിൻ്റെ ഭാഗമായി പറഞ്ഞ കാര്യങ്ങൾ നോക്കണം. കേരളം വ്യവസായ സൗഹൃദമല്ല, വ്യവസായ സൗഹൃദമായ സംസ്ഥാനമല്ല എന്ന് ഒരാൾ പരസ്യമായി പറയുകയാണ്. അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്ത് മന്ത്രി പദവിയുള്ള ആളാണ്. അദ്ദേഹം അസംബ്ലിയിൽ പ്രതിപക്ഷ നേതാവാണ്.
കേരളത്തിൻ്റെ പ്രതിപക്ഷം അല്ലല്ലോ, അസംബ്ലിയിൽ ഭരണപക്ഷം ഉള്ളത് കൊണ്ടാണല്ലോ പ്രതിപക്ഷം വരുന്നത്. അപ്പോൾ അത് ഭരണപക്ഷത്തിൻ്റെ മുന്നിലുള്ള പ്രതിപക്ഷം മാത്രമല്ല, നാടിൻ്റെ പ്രതിപക്ഷമായി മാറാൻ പാടില്ല. നാടിനെ അംഗീകരിക്കാത്ത നിലയുണ്ടാവുമല്ലോ. അതല്ലേ ഇവിടെ സംഭവിച്ചത്. ഈ പറഞ്ഞ വ്യവസായ സൗഹൃദം എന്നത് ഒരു ദിവസം കൊണ്ടുണ്ടായ കാര്യമല്ലല്ലോ. അതിൻ്റെ എല്ലാ കണക്കുകളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം തന്നെ ആ കണക്ക് പറഞ്ഞു. 26ാമത്തെ സ്ഥാനത്തായിരുന്നു കേരളം. അവിടെ നിന്നാണ് ഇപ്പോൾ 1ാം സ്ഥാനത്തെത്തിയത്. അത് ഒരു ദിവസം പെട്ടെന്നുണ്ടായൊരു ചാട്ടമല്ല. 2016 അധികാരത്തിൽ വന്നപ്പോൾ ഈ നിലയിൽ മാറ്റമുണ്ടാക്കണം എന്ന ധാരണയോടെയുള്ള ബോധപൂർവമായ ഇടപെടൽ തുടങ്ങി. അതിൻ്റെ ഭാഗമായി എന്തൊക്കെയാണ് തടസ്സങ്ങൾ അത് കണ്ടെത്തി. ഇപ്പോൾ ചില നിയമങ്ങൾ മാറ്റേണ്ടതുണ്ടായിരുന്നു. 10ഓളം നിയമങ്ങൾ മാറ്റി. ചില ചട്ടങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ടായിരുന്നു. അത് മാറ്റി. നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളടക്കമുള്ള വിവിധ വകുപ്പുകളിൽ ഉണ്ടാകേണ്ട മാറ്റമുണ്ടായിരുന്നു. അതിനാവശ്യമായ നടപടികളെടുത്തു. അങ്ങനെ ഒരു തുടർ പ്രക്രിയ, ആ തുടർ പ്രക്രിയയുടെ ഭാഗമായി സ്വീകരിക്കപ്പെട്ട ഒട്ടേറെ നടപടികൾ, അതിലൂടെ ഉദ്യോഗസ്ഥരത്തിൽ വന്ന ഒട്ടേറെ മനമാറ്റങ്ങൾ, ഇതെല്ലാം കൂടിയാണ് കേരളത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിൽ 1ാം സ്ഥാനം നമ്മൾ ശുപാർശ നടത്തി നേടുന്നതല്ലല്ലോ. അതിൻ്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ വെച്ച് പരിശോധിക്കുമല്ലോ. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അങ്ങനെ പരിശോധിച്ച് കണ്ടെത്തുകയാണ്. അതിൻ്റെ ഭാഗമായാണ് നമ്മൾ 1ാം സ്ഥാനത്തെത്തിയത്. അതിവിടെ വ്യവസായ സൗഹൃദമല്ല എന്ന് ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് പറയുന്നത് എങ്ങനെയാണ്?